കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ദിമിത്രിയോസ് രാമന്തകുറിച്ചിന്റെ പകരക്കാരനെ കാണാനുള്ള കാത്തിരിപ്പിലാണ്. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയും ദിമിയുടെ പകരക്കാരനെ കണ്ടെത്താനായിട്ടില്ല ബ്ലാസ്റ്റേഴ്സിന്. എന്തായാലും ഇനി ഒരു മാസം മാത്രമേ ഉള്ളൂ ഏകദേശം ISL തുടങ്ങാനായിട്ട്. കറക്റ്റായിട്ട് പറഞ്ഞാൽ ഇനി 29 ദിവസം മാത്രമാണ് ISL തുടങ്ങാൻ ബാക്കിയുള്ളത്. അടുത്ത മാസം 13-നാണ് ISLന് കിക്ക് ഓഫ്. എന്തായാലും ഡ്യൂറൻ കപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയും ദിമിയുടെ റീപ്ലേസ്മെൻറ്റ് സൈനിങ് പ്രഖ്യാപിച്ചിട്ടില്ല. എന്തായാലും ദിമിയുടെ റീപ്ലേസ്മെൻറ്റ് സൈനിങ്ങായി വരാൻ പോകുന്ന താരത്തിൻ്റെ റൂമറൊക്കെ ഇപ്പോൾ ശക്തമായി തന്നെ പ്രചരിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ പ്രചരിക്കുന്ന പേര് മോണ്ടിനെഗ്രോ സൂപ്പർ സ്ട്രൈക്കറായ സ്റ്റീവൻ ജോവറ്റിക്കിൻ്റെയാണ്. എന്നാലും താരം എത്തുമോ എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും. മാർക്കസ് മുഗ്ലാവ് പറഞ്ഞത് ഈ വാർത്ത എനിക്കിതുവരെയും കൺഫേം ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഉടൻ തന്നെ മാർക്കസ് കൺഫേം ചെയ്തിട്ട് എന്താണ് അവസ്ഥ എന്ന് പറയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്നാൽ ഇന്ന് രാവിലെയോടുകൂടി ഇപ്പോൾ മനോരമ ന്യൂസ് ഒരു വാർത്ത പുറത്തേക്ക് വിടുകയാണ്. മലയാള മനോരമ പത്രത്തിൽ വന്ന വാർത്തയാണ് ഇപ്പോൾ ധാരാളമായി പ്രചരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് മാഞ്ചസ്റ്റർ സിറ്റി മുൻ താരമായ സ്റ്റീവൻ ജോവറ്റിക്കിനെ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിവരികയാണെന്നാണ് അവർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 34 വയസ്സ് ആണ് ഈ താരത്തിൻ്റെ പ്രായമെന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടാതെ താരത്തിന് മാർക്കറ്റ് വാല്യൂ ആയി വരുന്നത് 5.6 കോടി രൂപയാണെന്നും അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി പന്ത് തട്ടിയൊരു താരം കൂടിയാണ് ഈ സൂപ്പർ താരമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഈ താരം എത്തുമോ എന്നതൊക്കെ നമ്മൾ കണ്ട് അറിയേണ്ട ഒരു കാഴ്ച കൂടിയാണ്. എന്തായാലും ട്രാൻസ്ഫർ മാർക്കറ്റിൽ താരം എത്താനുള്ള സാധ്യതകൾ ഇന്നലെ 72% വർദ്ധിച്ചിട്ടുണ്ട്.